8 മഹാവ്രതങ്ങളിൽ ഒന്ന് പൈങ്കുനി ഉത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒട്ടേറെ പ്രത്യേകതകളുള്ള പുണ്യ ദിവസമാണ് മീനമാസത്തിലെ പൈങ്കുനി ഉത്രം. ശബരിമല അയ്യപ്പസ്വാമിയുടെ അവതാരം, ശിവപാർവതിമാരുടെ തൃക്കല്യാണം, സുബ്രഹ്മണ്യനും ദേവസേനയും തമ്മിലുള്ള തിരുമണം എന്നിവയെല്ലാം നടന്നത് ഇന്നേ ദിവസമാണ്. 8 മഹാവ്രതങ്ങളിൽ ഒന്നാണ് പൈങ്കുനി ഉത്രം എന്നാണ് സ്കന്ദപുരാണം പറയുന്നത്. പൈങ്കുനി ഉത്ര വ്രതം അനുഷ്ഠിച്ച് ഭഗവത് പ്രീതി നേടിയാൽ എല്ലാ ദുരിതങ്ങളും അകലും, ഐശ്വര്യവും സന്തോഷവുമുള്ള ജീവിതം, സന്താനങ്ങൾക്ക് ശ്രേയസ്, സന്താന ഭാഗ്യം, കാര്യവിജയം, മംഗല്യഭാഗ്യം, പ്രണയസാഫല്യം, കഠിനമായ ശനിദോഷം മാറുന്നതിനെല്ലാം ഉത്തമമാണ് പൈങ്കുനി വ്രതം. ശബരിമലയിലെ ആറാട്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പള്ളിവേട്ട് നടക്കുന്നതും പൈങ്കുനി ഉത്രത്തിലാണ്. പല കാരണങ്ങളാൽ വിശേഷപ്പെട്ട ഈ ദിവസം 2026 ഏപ്രിൽ 1 ബുധനാഴ്ചയാണ്. പൈങ്കുനി ഉത്ര വ്രതാനുഷ്ഠാനത്തിലൂടെ സുബ്രഹ്മണ്യന്റെയും ശാസ്താവിന്റെയും ശിവപാർവതിമാരുടെയും അനുഗ്രഹം നേടാൻ സാധിക്കും. തലേ ദിവസം വൈകുന്നേരം മുതൽ കുളിച്ച് ശുദ്ധമായി വ്രതം ആരംഭിക്കാം. പുലർക്കാല എഴുന്നേറ്റ് കുളിച്ച് അയ്യപ്പ ക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ ദർശനം നടത്താൻ കഴിയുമെങ്കിൽ നല്ലതാണ്. സാധാരണയായി പൈങ്കുനി ഉത്രത്തിന് ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. സാധിക്കാത്തവർക്ക് ഒരിക്കലൂണ് വ്രതം അനുഷ്ഠിക്കാം. അന്നേ ദിവസം പകലുറക്കം അരുത്. വൈകുന്നേരം കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വിളക്ക് തെളിയിച്ച് നാമജപം നടത്താം. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് വ്രതം അവസാനിപ്പിക്കാം. അങ്ങനെയാണ് വ്രതാനുഷ്ഠാന രീതി. പൈങ്കുനി ഉത്ര വ്രതത്തെ കല്യാണവ്രതം എന്നുകൂടി പറയാറുണ്ട്. കല്യാണവ്രതം എടുത്തിട്ടാണ് വിഷ്ണു ഭഗവാന് ലക്ഷ്മി ദേവിയെയും ബ്രഹ്മദേവന് സരസ്വതിയെയും വള്ളിക്കും ദേവസേനയ്ക്കും മുരുകനെയും സീതയ്ക്ക് രാമനെയും ജാമ്പവതിക്ക് ശ്രീകൃഷ്ണനെയും അഗസ്ത്യന് ലോപമുദ്രയെയും ഇന്ദ്രന് ഇന്ദ്രാണിയെയും ലഭിച്ചതെന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട വ്രതമാണ് കല്യാണവ്രതം അഥവാ പൈങ്കുനി ഉത്രവ്രതം എന്ന് പറയുന്നത്. അപ്പോൾ സാധിക്കുമെങ്കിൽ എല്ലാവരും എടുക്കാൻ ശ്രദ്ധിക്കുക. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരും ദാമ്പത്യ വിഷമങ്ങൾ, സന്താനങ്ങൾ കാരണം സങ്കടം അനുഭവിക്കുന്നവർക്കും എല്ലാം പൈങ്കുനി ഉത്രവ്രതം അനുഷ്ഠിച്ച് ഭഗവത് പ്രീതി നേടിയാൽ എല്ലാ ദുരിതങ്ങളും അകലുന്നതാണ്. അത്രയും പ്രധാനപ്പെട്ട വ്രതമാണ് പൈങ്കുനി ഉത്രവ്രതം. കലിയുഗ വരദനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ ജന്മദിനമാണ്. പൈങ്കുനി ഉത്രദിനത്തിൽ ശാസ്താക്ഷേത്ര ദർശനത്തിലും വഴിപാടുകൾക്കും പൂജകൾക്കും സവിശേഷ ഫലം ലഭിക്കുന്നതാണ്. നീരാഞ്ജനം കഴിപ്പിക്കുന്നതും ശനിദോഷ ശാന്തിക്കായി വിവാഹിതർ പങ്കാളിയോടൊപ്പം ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളുതിരി കത്തിക്കുന്നതും നീലശംഖു പുഷ്പാർച്ചനയും എല്ലാം ശനിദോഷ നിവാരണത്തിന് വളരെ വിശേഷപ്പെട്ട വഴിപാടുകളാണ്. അപ്പോൾ അന്നേ ദിവസം വ്രതം അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ശാസ്താക്ഷേത്ര ദർശനത്തിലോ ദർശനം നടത്തണം. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നതും ശാസ്ത്രാപ്രീതിക്ക് ഉത്തമമാണ്. പൈങ്കുനി ഉത്രത്തിൽ ഓരോ ആഗ്രഹ സാഫല്യത്തിനായി ശ്രീ മുരുകനെ ഭജിക്കുന്നവർക്ക് ഇനി പറയുന്ന മന്ത്രങ്ങൾ 108 തവണ വീതം ജപിക്കാവുന്നതാണ്. ദാമ്പത്യ വിജയത്തിനായിട്ടാണെങ്കിൽ ഓം വജൽ ഭൂയേ നമ, ആയുർബലത്തിന് ഓം സനൽകുമാരായ നമ, ഭാഗ്യവർദ്ധനവിന് ഓം നീലകണ്ഠാത്മജായ നമ, കർമ്മ വിജയത്തിന് ഓം കുമാരായ നമ, രോഗശാന്തിക്ക് മയൂരവാഹനായ നമ. അപ്പോൾ ഈ മന്ത്രങ്ങളെല്ലാം ജപിക്കാവുന്നതാണ്. അപ്പോൾ പൈങ്കുനി ഉത്രത്തിൽ വ്രതം അനുഷ്ഠിക്കാനും ഭഗവത് പ്രീതി നേടാനും എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു.